ആബാലവൃദ്ധം ജനങ്ങളെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന അത്ഭുത വിദ്യയാണ് മാജിക്. തെരുവ് മാജിക് മുതൽ സ്റ്റേജ് ഷോ വരെ മാജിക്കിന് വിവിധ തലങ്ങളുണ്ട്. മാജിക്കിൻ്റെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ നമ്മെ വിസ്മയത്തിൻ്റെ ലോകത്ത് തളച്ചിടുന്നു. അമാനുഷിക വിദ്യകൾ പ്രകടിപ്പിക്കുന്ന പല ദിവ്യന്മാരും മാജിക്കിൻ്റെ ശാസ്ത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് ഇന്ന് വെളിവായിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സ്വാധീനം ചെലുത്തുന്ന ഒരു ജനകീയ കലയായി മാജിക് ഇന്ന് മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രസിദ്ധ മജീഷ്യനും മുതുകാടിൻ്റെ ശിഷ്യനും മാജിക് അക്കാദമിയുടെ ഡയറക്ടറുമായ ശ്രീ ചന്ദ്രസേനൻ മിതിർമലയാണ്. ആകാശവാണിയുടെ നേർമൊഴി പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ശ്രീ ചന്ദ്രസേനൻ, എന്താണ് മാജിക്കിൻ്റെ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം? എത്ര കാലമായി താങ്കൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു? യഥാർത്ഥത്തിൽ നാം പഠിച്ച ശാസ്ത്രത്തിന് വിപരീതമായി നമ്മുടെ കൺമുമ്പിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇന്ദ്രജാലത്തിൻ്റെ പ്രത്യേകത. ഇതുതന്നെയാണ് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ എന്നെ ഇന്ദ്രജാലത്തോട് ഒരു സ്നേഹം തോന്നിപ്പിക്കുവാൻ കാരണമാക്കിയതും. കാരണം നാം പഠിച്ച ശാസ്ത്രത്തിനപ്പുറത്ത് നമ്മുടെ മുമ്പിൽ ഒരു അത്ഭുതം നടക്കുമ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ സ്വയമേവ ഉണ്ടാവുകയും അതിനൊരു ഉത്തരം കണ്ടെത്തുവാനുള്ള ശ്രമമാണ് ഇന്ദ്രജാലം പഠിക്കുക എന്ന കാര്യത്തിലേക്ക് എന്നെ നയിച്ചത്. കഴിഞ്ഞ 25 വർഷമായി ഞാൻ ഇന്ദ്രജാല രംഗത്ത് മുഴുവൻ സമയ പ്രവർത്തകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലോകത്ത് എല്ലാ മനുഷ്യരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കലയാണ് മാജിക്. ഈ മാജിക്കിൻ്റെ ഉൽപ്പത്തിയും ചരിത്രവും ഒന്ന് വിശദീകരിക്കാമോ? ഇന്ദ്രജാലത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തിയോളം തന്നെ പഴക്കം ഇന്ദ്രജാലത്തിൻ്റെ ഉൽപ്പത്തിക്കും ഉണ്ട് എന്ന് കാണാം. കാരണം അത്ഭുതം എന്ന് പറയുന്ന രസം മനുഷ്യൻ അവൻ്റെ ജന്മസഹജമായ ഒരു വാസനയാണ്. ഈ അത്ഭുതം എന്ന് പറയുന്നത് ഇന്ദ്രജാലത്തിലൂടെ കിട്ടുന്ന ഒരു രസവുമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഉൽപ്പത്തിയോളം തന്നെ ഇന്ദ്രജാലത്തിന് ചരിത്രമുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇന്ദ്രജാലത്തിന് മാജിക് എന്നൊരു പേര് ഇംഗ്ലീഷിൽ വരുന്നത് മാജി വർഗ്ഗക്കാരുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അതുകൊണ്ട് അന്നാണ് ഇന്ദ്രജാലം ഉണ്ടായതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാജി എന്ന് പറയുന്നത് നമ്മുടെ ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ ഇന്ത്യയിലും പേർഷ്യയിലും ഒക്കെ ഉണ്ടായിരുന്നൊരു വിഭാഗമാണ്. ഏറ്റവും കൂടുതൽ അത് പേർഷ്യയിലായിരുന്നു. അപ്പോൾ ആ വിഭാഗം ആളുകൾ പ്രകൃതി സഹജമായി നടക്കുന്ന അത്ഭുതങ്ങളെല്ലാം തന്നെ അവരുടേതായ കഴിവ് കൊണ്ട് നടക്കുന്നതാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ മിടുക്കരായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ മഴ കോൾ വരുന്ന സമയത്ത് ഒരു മാജി വർഗ്ഗക്കാരൻ ഇറങ്ങി നിന്ന് അന്തരീക്ഷത്തിലേക്ക് കൈകൾ ഉയർത്തുകയും അവിടെ മഴ പെയ്യുമ്പോൾ ഞാനാണ് മഴ പെയ്യിപ്പിച്ചത് എന്ന് അവകാശപ്പെടുകയും ചെയ്യുമായിരുന്നു. കാറ്റുകൊണ്ട് മേഘം ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് പോകുമ്പോൾ അത് കൈകൾ കൊണ്ട് ചില ചലനങ്ങൾ കാണിച്ചത് എൻ്റെ ശക്തി കൊണ്ടാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുന്നതിൽ വിരുത് കാട്ടിയവരായിരുന്നു മാജി വർഗ്ഗക്കാർ. ഈ മാജി വർഗ്ഗക്കാരുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് മാജിക് എന്ന പദം ഉണ്ടായത്. അപ്പോൾ ഇന്ദ്രജാലം എന്ന് പറയുന്നത് അതിനൊക്കെ എത്രയോ മുമ്പ് നമ്മുടെ മിത്തുകൾ ഏത് മതഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാലും അതിനകത്ത് ഇന്ദ്രജാലത്തിൻ്റെ ഒരു അംശം നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ ബൈബിൾ എടുത്ത് നോക്കിയാൽ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കുക, മരിച്ച ആളിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടുക മുതലായ അത്ഭുതങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം. ഖുർആൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ നാടോടികളായ മാന്ത്രികർ വന്ന് ചെറിയ വടികൾ എറിഞ്ഞ് ചെറിയ ചെറിയ പാമ്പുകളാക്കിയപ്പോൾ മൂസാ നബി വന്ന് വലിയൊരു വടി എറിഞ്ഞ് വലിയൊരു പാമ്പ് വന്ന് ചെറിയ പാമ്പുകളെ വിഴുങ്ങിയതായ പരാമർശമുണ്ട്. അപ്പോൾ ഖുർആനിലും ജാലവിദ്യയെക്കുറിച്ച് പരാമർശം വന്നിരിക്കുന്നു. ഇനി ഹിന്ദു മിത്തോളജി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ദ്രജാലത്തിൻ്റെ അംശങ്ങളാണ്. ശ്രീകൃഷ്ണൻ്റെ പേര് തന്നെ മായാവി എന്നാണ്. മായാമയനാണ്. എല്ലാ പുരാണങ്ങളും. ഇപ്പോൾ സിഖ് മതം എടുത്ത് പരിശോധിച്ചാൽ ഗുരുനാനാക്ക് ഇന്ദ്രജാലം അവതരിപ്പിച്ചതായി. അദ്ദേഹത്തെ ബാബർ ജയിലിലിടുമ്പോൾ വലിയ ഈ കല്ലുകൾ അരയ്ക്കുന്ന ജോലി ഏൽപ്പിച്ചു. അദ്ദേഹം ചുമ്മാ ഇരിക്കും, തിരികല്ല് തനിച്ച് തിരിയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ഈ പഴയ പുരാണങ്ങളിൽ പോലും ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് മനുഷ്യൻ്റെ ആദിമകാലം മുതൽ തന്നെ ഇവൻ്റെ ജീവിതവുമായി ഇത് ബന്ധപ്പെട്ടിരുന്നുവെന്ന് വ്യക്തവുമാണ്. ചുരുക്കത്തിൽ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തന്നെ തീർച്ചയായും അവൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മാജിക്കും. ആദിമകാലത്ത് ഈ ഗോത്ര തലവന്മാരെല്ലാം ഇന്ദ്രജാലക്കാരായിരുന്നു. ഈ വാണ്ടറിങ് ലൈഫിൽ നിന്ന് സെറ്റിൽഡ് ലൈഫിലേക്ക് വരുമ്പോൾ അവന് കൃഷിക്ക് മഴ ആവശ്യമായിരുന്നു. അപ്പോൾ റെയിൻ മേക്കേഴ്സ്, മഴ പെയ്യിപ്പിക്കുന്നവരായിരുന്നു ഗോത്ര തലവന്മാർ. അപ്പോൾ അന്നു മുതൽ അതാണ് നമ്മളിപ്പോൾ പറയുന്നത്, ഈ വല്ലവരും ഭരിച്ചാൽ മഴ പെയ്യില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നതിന് ഗോത്ര തലവന്മാർ ഇന്ദ്രജാലക്കാരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്നൊരു വിഭാഗമാണ് ഇന്ദ്രജാലം. കാരണം ഇന്നത്തെ ഒരു ഇന്ദ്രജാലത്തിൽ ഒതുങ്ങി നിന്നിരുന്നില്ല. അന്ന് മതവുമായി ബന്ധപ്പെട്ട് ഇന്ദ്രജാലം ഉണ്ടായിരുന്നു, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു, പിന്നെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ദ്രജാലം കൈകാര്യം ചെയ്തിരുന്നു. കാരണം വൈദ്യത്തിൽ ഇന്ദ്രജാലത്തിൻ്റെ പങ്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മരുന്നും മന്ത്രവും എന്നുള്ള പ്രയോഗം തന്നെ വന്നിരിക്കുന്നത്. അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ മാജിക്കിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കാമോ? നമ്മുടെ സ്വദേശത്തോ അല്ലെങ്കിൽ വിദേശങ്ങളിലോ ഒക്കെ ഈ മാജിക്കിൻ്റെ വളർച്ചയ്ക്ക് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇന്ദ്രജാലം ശരിക്കും പറഞ്ഞാൽ ആഭിചാരക്രിയയുമായി ബന്ധപ്പെടുത്തി ഇന്ദ്രജാലത്തിന് ഒരു അപജയമുണ്ടായിട്ടുണ്ട്. ആദ്യമായി റോമിലാണ്
ഈ ഇന്ദ്രജാലം നിരോധിക്കുന്നത്. കാരണം ആഭിചാരക്രിയകൾ ചെയ്ത് സോർസറി ചെയ്തിട്ട് ആളുകളെ ഉപദ്രവിക്കുന്നു എന്നുമൊക്കെ പറഞ്ഞ് അവിടെ നിരോധിച്ചു. അതിനുശേഷം ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. അങ്കിരാസന്മാർ എന്ന് പറയുന്ന വിഭാഗക്കാർ ആഭിചാരക്രിയ ചെയ്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലും ഇന്ദ്രജാലം നിരോധിച്ചിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തൊരു മനഃശാസ്ത്ര പ്രശ്നമുണ്ട്. ആഭിചാരക്രിയ, നമുക്കെതിരെ ഒരാളൊരു ആഭിചാരക്രിയ ചെയ്തു എന്ന് വിശ്വസിച്ചാൽ ആഭിചാരക്രിയ ചെയ്തതായിട്ടുള്ള അനുഭവങ്ങൾ ഒരു പക്ഷേ അയാൾക്ക് തോന്നിയേക്കാം. അതൊരു സൈക്കോളജിക്കലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സജഷനാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്ദ്രജാലത്തെ നിരോധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇന്ദ്രജാല പുസ്തകങ്ങൾ വായിച്ചിരുന്നവരെ പോലും ജയിലിലടയ്ക്കുന്ന സംഭവങ്ങൾ ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ അച്ചടിച്ചിട്ടുള്ളത് ഇന്ദ്രജാലത്തിൻ്റെ ബുക്കുകളാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്നോക്കം നിന്നിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു ജാലവിദ്യ കൈകാര്യം ചെയ്തിരുന്നതെന്നുള്ളതാണ്. കാരണം ബുദ്ധിയുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ മാജി എന്ന വാക്കിൻ്റെ അർത്ഥം ക്ലവർ എന്നാണ്. അപ്പോൾ ബുദ്ധിയുള്ളവനാണ് ഇന്ദ്രജാലം കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ എഴുത്തും വായനയും അറിയുന്നവരായിരുന്നു. അപ്പോൾ ആ ഒരു അപജയം ആദിമകാലത്തുണ്ടായിരുന്നു. പിന്നെ കലാരൂപങ്ങളെല്ലാം തന്നെ ഈ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഒതുക്കപ്പെട്ടൊരു കാലഘട്ടം വന്നിരുന്നു. വൈദിക സംസ്കാരം വരുന്ന സമയത്ത് ഇപ്പോൾ പള്ളികളിലും അമ്പലങ്ങളിലുമാണ് കലാപരിപാടികൾ അവതരിപ്പിച്ചത്. അന്ന് ഇതിന് വഴങ്ങാതെ നിന്ന ഒരു കലയായിരുന്നു ഇന്ദ്രജാലം എന്നുള്ളത് കൊണ്ടാണ് അന്ന് ഇന്ദ്രജാലം 2 തട്ടിലേക്ക് മാറി, ബ്ലാക്ക് മാജിക് ആൻഡ് വൈറ്റ് മാജിക്. പുരോഹിതന്മാർ നല്ലൊരു ശതമാനം ഇന്ദ്രജാലക്കാരായിരുന്നു. പുരോഹിതന്മാർ കൈകാര്യം ചെയ്യുന്ന ജാലവിദ്യകളെല്ലാം വൈറ്റും ബാക്കിയുള്ളതെല്ലാം ബ്ലാക്കും എന്നൊരു കോൺസെപ്റ്റ് വരികയും ബ്ലാക്ക് മാജിക്കാരെ നിരോധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വന്നു. യഥാർത്ഥത്തിൽ മാജിക്കിൽ അങ്ങനെ ഇല്ല. മാജിക് എന്ന് പറയുന്നത് ഒരു സയൻസാണ്. അതിനകത്ത് നമ്മുടെ സയൻസിൻ്റെ ഇതര മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ ഒരു കണ്ടെത്തലുകൾ ഈ സമീപകാലത്തെ പഠനങ്ങളിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു അപജയം എന്ന് പറയുന്നത്, ഗൗരവമായ പഠനം മറ്റു വിദേശ രാജ്യങ്ങളിലെ പോലെ, യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെയോ അമേരിക്കയിലെ പോലെയോ ഇവിടെ ഉണ്ടാകുന്നില്ല. അവിടെയൊക്കെ സ്കൂളുകളിൽ പോലും ഇത് പഠിപ്പിക്കുന്നു. ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം. ഈ മാജിക് കല എന്ന് പറയുന്നത് ഇല്യൂഷൻ ആണല്ലോ. ഈ ഇല്യൂഷൻ ആയിരിക്കുമ്പോൾ തന്നെ ഇതിന് ശാസ്ത്രവുമായി, പ്രത്യേകിച്ച് മനഃശാസ്ത്രവുമായി ഈ മാജിക്കിന് എത്രത്തോളം ബന്ധമുണ്ട്? അതുപോലെ തന്നെ ഈ ന്യൂറോ സയൻസുമായിട്ട് മാജിക്കിൻ്റെ ബന്ധം, ഇതൊക്കെ ഒന്ന് വിശദീകരിക്കാം. യഥാർത്ഥത്തിൽ കൺജൂറേറ്റ് സൈക്കോളജിയിൽ വാട്ട് ഈസ് ഇലൂഷൻ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നാം പഠിച്ച ശാസ്ത്രത്തിന് വിപരീതമായി നമ്മുടെ കൺമുമ്പിൽ ഒരു അത്ഭുതം നടക്കുമ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം സ്വമേധയാ നമ്മുടെ മനസ്സിലുണ്ടാകും. ഇതിനൊരു ഉത്തരം തേടുക എല്ലാ മനുഷ്യൻ്റെയും സഹജ സ്വഭാവമാണ്. പക്ഷേ ഇന്ദ്രജാലത്തിൻ്റെ ഒരു നിർവചനം എന്ന് പറയുന്നത് വിശദീകരണങ്ങൾക്കും വിശകലനങ്ങൾക്കും വഴങ്ങാത്തതാണ് ഇന്ദ്രജാലമെന്നാണ്. എന്താ കാര്യം? വിശദീകരണങ്ങൾക്കും വിശകലനങ്ങൾക്കും വഴങ്ങിയാൽ അതിൽ അത്ഭുതമില്ല. അപ്പോൾ ഇതിന് രണ്ടിനും വഴങ്ങാതിരിക്കുമ്പോഴാണ് അത്ഭുതം വരുന്നത്. ഇതിൻ്റെ രഹസ്യം പറയാതിരിക്കുക, അറിയാതിരിക്കുക, അന്വേഷിച്ചാലും കാണാതിരിക്കുക. അപ്പോൾ നാം പഠിച്ച ശാസ്ത്രത്തിന് വിപരീതമായി നമ്മുടെ മുന്നിൽ ഒരു അത്ഭുതം നടക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഉത്തരം ലഭിക്കുന്നില്ല. പക്ഷേ ഉത്തരം ലഭിക്കാതെ നമ്മുടെ അന്വേഷണം അവസാനിക്കുകയുമില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സമാധാനത്തിന് വേണ്ടി ഒരു തീരുമാനത്തിലെത്തും, ഓ എനിക്കത് തോന്നിയതാണ്. ദാറ്റ് ഈസ് ഇലൂഷൻ. അതാണ് ഇലൂഷൻ. തോന്നൽ, ഒരാളിൻ്റെ മനസ്സിൽ ഒരു തോന്നൽ ജനിപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് ഇലൂഷൻ സൃഷ്ടിക്കപ്പെടുന്നത്. അല്ല, സാധാരണ നിലയിൽ ആളുകൾ പറയും സ്റ്റേജിൽ വലിയ അപ്പാരറ്റസൊക്കെ വെച്ച് കാണിക്കുന്നതാണ് ഇലൂഷൻ. അതല്ല യഥാർത്ഥ ഇലൂഷൻ്റെ കൺജൂറേറ്റ് സൈക്കോളജിയിലെ ഇലൂഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി മനഃശാസ്ത്രത്തിൽ ഒട്ടനവധി മേഖലകൾ ജാലവിദ്യയുമായി ബന്ധപ്പെടുത്തിയാണ് ചെയ്തു വരുന്നത്. കാരണം ഇപ്പോൾ ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട പല പഠനങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയതിൽ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്ന പല കാര്യങ്ങളും നൂറ്റാണ്ടുകളായി ഇന്ദ്രജാലക്കാർ വളരെ ഭംഗിയായി ഉപയോഗിച്ചിരിക്കുന്നതാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇത് അവതരിപ്പിക്കുന്ന ജാലവിദ്യക്കാരൻ ഇത് ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആണ് അവതരിപ്പിച്ചതെന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇത് ഏതോ ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നവർ രൂപപ്പെടുത്തിയെടുത്തത് തലമുറകളായി കൈമാറി വന്ന് അവർ ഭംഗിയായി അവതരിപ്പിച്ചു എന്ന് വേണം കാണാൻ. അതുകൊണ്ട് മനഃശാസ്ത്രം, എല്ലാ ശാസ്ത്രവും, ബയോളജി അടക്കമുള്ള ശാസ്ത്രം ഇന്ദ്രജാലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. മാത്തമാറ്റിക്സ് ഉപയോഗിക്കുന്നു, ഫിസിക്സ് ഉപയോഗിക്കുന്നു, കെമിക്കൽ മാജിക്കിൻ്റെ ഒരു പരമ്പര തന്നെയുണ്ട്. കെമിസ്ട്രി, ഫിസിക്സ് അടക്കമുള്ള എല്ലാ ശാസ്ത്രവും ഇതിനകത്ത് വളരെ സമരസപ്പെടുത്തിയാണ് ഇന്ദ്രജാലം അവതരിപ്പിച്ച് പോകുന്നത്. ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ എനിക്ക് തോന്നുന്നു നമ്മളെക്കാളുമൊക്കെ വളരെയധികം മാജിക് ആസ്വദിക്കുന്നവരാണ്. അതുപോലെ മാജിക് പഠിപ്പിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ. അതുപോലെ നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് മാജിക് പഠിപ്പിക്കുന്നതിന് ഉള്ള സംരംഭങ്ങൾ, ഇനി അങ്ങനെ പഠിപ്പിക്കുന്നതിന് ഉള്ള എതിർപ്പുകൾ, അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ എതിർപ്പുകൾ ഉണ്ടാകുന്നത്? ഇതൊരു സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സംസ്കാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇന്ദ്രജാലത്തിൽ മാത്രമല്ല, കളരിയിൽ വന്നിട്ടുണ്ട്, ആയുർവേദത്തിൽ വന്നിട്ടുണ്ട്.
ഇത്തരത്തിലുള്ള അമൂല്യമായ ഒട്ടനവധി കാര്യങ്ങൾ യഥാവിധി കൈമാറാത്തതിൻ്റെ ഭാഗമായി അന്യം നിന്ന് പോയിട്ടുണ്ട്. കളരിയിൽ നമുക്ക് ആ നഷ്ടം വന്നിട്ടുണ്ട്. ആയുർവേദത്തിൽ ധാരാളമുണ്ട്. ആയുർവേദത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. കളരിയൊക്കെ തന്നെ വെളിയിൽ പോയി കരാട്ടയായി തിരിച്ചു വരുമ്പോൾ നമ്മളതിനെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അതിനേക്കാൾ എത്രയോ മുകളിൽ നിന്നാണ് ഈ കളരിയല്ല. അതുപോലെ തന്നെ അതൊരു ജീവിതചര്യയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ട് ആയുർവേദത്തിലും നമുക്ക് സംഭവിച്ചു. ഇന്ദ്രജാലത്തിലും ഇതാണ് സംഭവിച്ചത്. കാരണം ഇന്ദ്രജാലം യഥാവിധി കൈമാറേണ്ട ഒരു കലാരൂപമാണ് എന്ന ധാരണയിൽ നിന്ന് നിർഭാഗ്യവശാൽ എന്തുകൊണ്ടോ ഇന്ദ്രജാലക്കാർ മാറി ചിന്തിച്ചു. പക്ഷേ വിദേശത്ത് അങ്ങനെയല്ല. വിദേശത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇത് വികസിക്കുകയും നമ്മുടെ ഇവിടെ ഇത് കൈമാറാത്തതിൻ്റെ ഭാഗമായി ഇത് അന്യം നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ പേർഷ്യൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത നമ്മുടെ ഇന്ത്യൻ തെരുവിൽ നടന്ന ഇന്ത്യൻ വടാരോഹണ വിദ്യയെക്കുറിച്ച്, ഇന്ത്യൻ റോപ്പ് മാജിക്കിനെ കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ അത് അന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ കാണിക്കുവാൻ യഥാർത്ഥത്തിൽ ഇന്നിവിടെ കഴിയുന്നില്ല. ഇത് കൈമാറാത്തത് കൊണ്ട് സംഭവിച്ചു പോയ ഒരു കാര്യമാണ്. ഈ ഒരു അപജയം ഇന്ദ്രജാല രംഗത്ത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും നമ്മളും തമ്മിലുണ്ട്. അത് എല്ലാ മേഖലയിലുള്ളതുപോലെ തന്നെ ഇന്ദ്രജാലത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തനത് ജാലവിദ്യകൾ പോലും നമുക്കിന്ന് നമ്മുടേതാണെന്ന് അവകാശപ്പെടാൻ കഴിയാത്ത ദുസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇവിടെ മാജിക് പഠിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇവിടെ ആദ്യമായി 1996 ഈ ഏഷ്യയിൽ ആദ്യമായി ഒരു മാന്ത്രിക സ്ഥാപനം ഉണ്ടാകുന്നത്, മാജിക് അക്കാഡമി. ഈ മാജിക് അക്കാഡമി സ്ഥാപിക്കുമ്പോൾ തന്നെ ഇന്ദ്രജാലക്കാരുടെ ഭാഗത്തു നിന്നും ഇതിന് എതിരായ പ്രചരണവും ഉണ്ടായി. ഇന്ദ്രജാലം പഠിപ്പിക്കുവാനുള്ളതല്ല, ഇതൊരു ഗൂഢകലയായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നിർഭാഗ്യവശാൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഇന്ദ്രജാല രംഗത്തുണ്ട്. അപ്പോൾ ഇന്ദ്രജാലം എന്തുകൊണ്ട് പഠിപ്പിക്കേണ്ട എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഉത്തരം പറയാൻ അവർക്കാർക്കും കഴിയുന്നുമില്ല. അപ്പോൾ ഇന്ദ്രജാലം വ്യക്തമായി പഠിപ്പിക്കാത്തതിൻ്റെ ഭാഗമായി ഒട്ടനവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നുവെന്ന് കണ്ടുകൊണ്ടാണ് ശ്രീ ഗോപിനാഥ് മുതുകാട് എന്ന ലോകം അറിയുന്ന ഇന്ദ്രജാലക്കാരൻ ഒരു സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു മുറവിളിയെല്ലാം എതിരായി ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ഈ സ്ഥാപനവുമായി സഹകരിക്കാത്ത ഒരു ജാലവിദ്യക്കാരനും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രജാലം പഠിപ്പിക്കുന്നതിലുള്ള യുവതലമുറയിൽ ഒട്ടനവധി ആൾക്കാർ ഇന്ദ്രജാലത്തിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കുന്നു, ഇതൊരു കലയാണെന്ന് മനസ്സിലാക്കുന്നു, അതിലെങ്ങനെയാണ് ഈ ശാസ്ത്രം സന്നിവേശിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയിലെത്തുന്നു. അതോടുകൂടി ഇതൊരു ശാസ്ത്രമായി വികസിക്കാൻ തുടങ്ങി എന്നതിൻ്റെ തെളിവാണ് ഇന്ദ്രജാലത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്കുണ്ടായ മാറ്റം. ധാരാളം പേര് ഇപ്പോൾ ഇതിനെ ആകർഷിച്ച് ഇത് പഠിക്കാനായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് നമ്മുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ മുതൽ രാഷ്ട്രീയ രംഗത്ത് വിവരിക്കുന്നവർ, സിനിമാ രംഗത്തുള്ളവർ, അങ്ങനെ ഒട്ടനവധി ആൾക്കാർ താല്പര്യപൂർവ്വം വന്ന് പഠിക്കുകയും വളരെ ഭംഗിയായി ഇത് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ചികിത്സാ രംഗത്ത് ഇപ്പോൾ മ്യൂസിക് തെറാപ്പി ഉണ്ട്. ഇപ്പോൾ സംഗീതം കൊണ്ട് രോഗം ഭേദമാക്കുന്ന മ്യൂസിക് തെറാപ്പി. അതുപോലെ മാജിക്കിന് ചികിത്സാ രംഗത്ത് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ട്? അത് ഈ അടുത്ത കാലത്ത് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു വലിയൊരു പഠനമുണ്ട്, വളരെ രസകരമാണത്. ഡോക്ടർ ഡീഡോ ഗ്രീൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ ഹെമിപ്ലീജിയ ബാധിച്ച 25 കുട്ടികളിൽ ഇന്ദ്രജാലത്തിൻ്റെ ഈ പറയുന്ന മാജിക് തെറാപ്പി പരിശീലിച്ചു ഒരു പരീക്ഷണാർത്ഥം ചെയ്തു നോക്കി. അത്ഭുതം എന്ന് പറയട്ടെ, ഇന്ദ്രജാലത്തെ പോലും ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ്. അതിൽ 23 കുട്ടികളുടെ അസുഖം ഭേദമായി എന്നുള്ളതാണ്. അത് ശരി. കാരണം ഈ തളർവാദം വന്ന കുട്ടികളെ അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ സേഫ്റ്റി പിൻ, റബ്ബർ ബാൻഡ്, അതുപോലെ സ്പോഞ്ച് ബോൾ, റബ്ബർ ബോൾ എന്നിവ കൊടുത്തുകൊണ്ടുള്ള ചില പ്രാക്ടീസാണ് കൊടുത്തത്. ഇന്ദ്രജാലമായതുകൊണ്ട് തന്നെ കുട്ടികൾ ഇത് താല്പര്യപൂർവ്വം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഈ പ്രാക്ടീസിൻ്റെ ഒടുവിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ തളർച്ച മാറുകയും അസുഖം ഭേദമാവുകയും ചെയ്യുന്നത്. അത് 25 പേരുടെ 23 പേരുടെ അസുഖവും ഭേദമായി. ബാക്കി 2 പേർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് മാനസികമായ ചില തകരാറുകൾ ഉണ്ടായിരുന്ന ആളുകളായിരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാതെ പോയത്. ഇപ്പോൾ ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു സംഭവമായി കണ്ടുകൊണ്ട് ഈ മേഖലയിലേക്ക് ഒരുപാട് ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേരളത്തിലും ഈ രംഗത്ത് പ്രയോഗിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് പ്രയോഗിക്കാൻ കഴിയും. അത് വളരെ ഭംഗിയായി നമുക്ക് നിർവഹിക്കാൻ. കാരണം ഇതൊരു ഒരു ഓട്ടോ സജഷൻ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. കാരണം മാജിക്കിൽ തന്നെ മെൻ്റലിസം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിലൊരു ബലം കൊടുക്കുന്നതിന്, ഒരാളിനൊരു ഉണർവേകുന്നതിന് ഇന്ദ്രജാലം ഉപകരിക്കുന്നു എന്നുള്ളത് മാജിക് അക്കാഡമി നടത്തിയിട്ടുള്ള ഇന്ദ്രജാല പര്യടനങ്ങളിലൂടെ മെസ്സേജ്, ഇപ്പോൾ മാജിക് വിത്ത് എ മിഷൻ ദൗത്യം പേർന്ന ഇന്ദ്രജാലങ്ങളുമായി ഒട്ടേറെ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഈ യാത്രകളിലൊക്കെ തന്നെ നമുക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ കലാ സാഹിത്യ രംഗങ്ങളിൽ മൺമറഞ്ഞു പോയ മഹാന്മാരെ ഈ വർഷം തോറും അനുസ്മരിക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ വിദേശങ്ങളിലുമുണ്ട്, നമ്മുടെ രാജ്യത്തുമൊക്കെ. യെസ്. പക്ഷേ അതുപോലെ നമ്മുടെ മാജിക് രംഗത്തെ അതികായന്മാരായ, ഇപ്പോൾ ഉദാഹരണമായിട്ട് PC സർക്കാർ, പ്രൊഫസർ ഭാഗ്യനാഥ്, അതുപോലെ വാഴക്കുന്നം നമ്പൂതിരി തുടങ്ങിയുള്ള മഹാരഥന്മാരായ മാജിക്കുകാരന്മാരെ അനുസ്മരിച്ച് കാണുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇന്ദ്രജാലത്തിൽ ഈ പറഞ്ഞ ഒരു
കുറവുണ്ട്. യഥാർത്ഥത്തിൽ ആകപ്പാടെ വാഴകുന്നം നമ്പൂതിരിയെക്കുറിച്ച് മാത്രം ഒരു ഫെബ്രുവരി മാസം 9-ാം തീയതി അദ്ദേഹം മരിച്ച ദിവസം ഒന്ന് അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് പേരിന് നടത്തുന്നുള്ള ഒഴിച്ചാൽ ഈ പറഞ്ഞ ഈ ഇലൂഷൻ ജാലവിദ്യയിൽ ഇന്ത്യയിലാകെ നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ് പ്രൊഫസർ ഭാഗ്യനാഥ്. അതുപോലെ തന്നെ പി സി സർക്കാർ സീനിയർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ മാജിക് പിതാവാണ്. മറ്റ് ലോക രാജ്യങ്ങളിലടക്കം ഇത് പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തിയാണ്. ജാലവിദ്യ അവതരിപ്പിച്ച് ജപ്പാനിൽ വേദിയിൽ വെച്ച് തന്നെ മരണപ്പെട്ട ഒരാളാണ്. പക്ഷേ എന്നിട്ട് പോലും ഇത് വരുന്നില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ചതാണ്. സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കടന്നു വരുവാൻ എന്തുകൊണ്ടോ ഇന്ദ്രജാലക്കാർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇത് സമൂഹത്തിൽ നിന്ന് ഞാൻ വേറിട്ടവനാണെന്നും ഞാൻ എല്ലാവർക്കും മുകളിൽ നിൽക്കുന്ന മറ്റൊരു വ്യക്തിയാണെന്നും ഞാനൊരു അസാമാന്യ കഴിവുകളുള്ളവനാണ് എന്നും ബോധ്യപ്പെടുത്തുന്നതിൽ എന്തുകൊണ്ടോ അങ്ങനെ ഒരു ചിന്താഗതി അവരുടെ മനസ്സിൽ രൂപം കൊണ്ടതിൻ്റെ ഭാഗമായി സമൂഹത്തിൻ്റെ ഭാഗമല്ലാതെ ഇവർ മാറിയിരുന്നു. ഒരു പ്രത്യേക കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ആളുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ പ്രാപ്യമായ ഒരു മേഖലയിലല്ല ഇന്ദ്രജാലക്കാരനെന്നൊരു ധാരണ വരികയും അത് ജനങ്ങൾ അവരുടെ മനസ്സിൽ നിന്നും അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തിയിരിക്കുന്നതുകൊണ്ട്. പക്ഷേ ഇന്ന് മാറി. ഇന്ദ്രജാലം എന്ന് പറയുന്നത് ഒട്ടനവധി സന്ദേശങ്ങൾ കൈമാറുവാൻ, ഒട്ടനവധി കാര്യങ്ങളാണല്ലോ ബോധ്യപ്പെടുത്തുവാൻ ഈ കലാരൂപം ഉപകരിക്കും എന്നുള്ള ബോധ്യപ്പെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോപിനാഥ് മുതുകാടിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒട്ടനവധി യാത്രകളും പരിപാടികളും. ഇപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ മാജിക് വിത്ത് എ മിഷൻ ഗവൺമെൻറ് എക്സൈസ് വകുപ്പ് നടത്തിയ ഒരു പരിപാടിയാണ്. മദ്യത്തിനും പരിപാടി. ഇപ്പോൾ യാത്ര എന്ന് പറയുന്ന ഈ ട്രാഫിക് അവയർനെസ് ഇതൊക്കെ തന്നെ ഇന്ദ്രജാലത്തിൻ്റെ ഈ അത്ഭുതത്തോടൊപ്പം കാണിക്കുമ്പോൾ ഒരാളുടെ മനസ്സിലേക്ക് ആഴ്ന്ന് തറയ്ക്കുന്നതിന് കാരണമാണ്. ഈ നമ്മുടെ മാജിക്കിനെ ജനകീയമാക്കാൻ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? അതായത് ഇപ്പോൾ മാജിക് അക്കാഡമിയുടെ ആവിർഭാഗത്തോടുകൂടി തന്നെ ഈ പറഞ്ഞ പോലുള്ള പരിപാടികൾ ജനകീയമാണ്. കാരണം ജനങ്ങളുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗോപിനാഥ് മുതുകാടിനെ പോലെയുള്ള പ്രശസ്തരായ മജീഷ്യന്മാർ ഈ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഇടയിൽ നിന്ന് മാജിക് കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയും മാജിക്കിനെ സംബന്ധിച്ച് ഒരുപാട് ജേണലുകൾ, ഒരുപാട് ലേഖനങ്ങൾ ഒക്കെ വരികയും നമ്മുടെ എഴുത്തുകാരുടെ മേഖലയിൽ ഇന്ദ്രജാലം കൈകാര്യം ചെയ്യാത്ത ഒരു എഴുത്തുകാരും നമുക്കില്ല. അത് കവികളായാലും കഥാകൃത്തുക്കളായാലും നോവലിസ്റ്റുകളായാലും ലേഖനം എഴുതുന്നവരായിരുന്നാലും ഒക്കെ ഇന്ദ്രജാലം വിഷയമാക്കിയിട്ടുള്ളത് അറിഞ്ഞും അറിയാതെയും വിഷയമാക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അതിൻ്റെ ഒരു ജനകീയ സ്വഭാവത്തിലേക്ക് ഇത് വളരെയധികം കടന്നു വന്നിരിക്കുന്നു. ഇന്ന് പൊതുജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നു. കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ, ബാല സാഹിത്യത്തിൽ ധാരാളം മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ഈ ഇമാജിനേഷൻ ഉണ്ടാക്കുന്നതിന് ഏറ്റവും കൂടുതൽ കഥ ഈ മാജിക്കിൻ്റെ സംഭവം കുട്ടികളുടെ മനസ്സിൽ ഈ ഒരു താല്പര്യം ഉണ്ടാക്കി. അതെ. നമ്മുടെ ഇന്ത്യൻ റോപ്പ് മാജിക്, ഇന്ത്യൻ ബാസ്ക്കറ്റ്, ഇന്ത്യൻ കപ്സ് ആൻഡ് ബാൾ തുടങ്ങി നിരവധി ഇന്ത്യക്ക് പാരമ്പര്യം അവകാശപ്പെടാവുന്ന മാജിക് ഇനങ്ങളുണ്ട്. ഇത് വിദേശങ്ങളിലൊക്കെ വളരെ പ്രസിദ്ധമായ മാജിക് ഇനങ്ങളുമാണ്. നമുക്ക് ഏതെങ്കിലും നമ്മുടെ മാജിക്കുകൾ അന്യം നിന്നുപോയ ചരിത്രമുണ്ടോ? യഥാർത്ഥത്തിൽ ഇന്ത്യൻ റോപ്പ് മാജിക് ഞാൻ നേരത്തെ പറഞ്ഞു, ഇബ്നു ബത്തൂത്ത അദ്ദേഹം അത്ഭുതപൂർവ്വം രേഖപ്പെടുത്തിയാണ്. ഇന്ത്യൻ ബാസ്ക്കറ്റ് മിസ്റ്ററി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു സംഭവമാണ്. 4 വശവും ആളുകൾ വളഞ്ഞു നിൽക്കുകയെ അതിനു മുന്നിൽ ഒരു കൂടയ്ക്കകത്ത് ഒരു കുട്ടിയെ കടത്തുകയും നിമിഷ നേരം കൊണ്ട് ആ കൂടയിൽ നിന്ന് കുട്ടി ഇല്ലാതാവുകയും ചെയ്യുകയാണ്. ആ കൂടയ്ക്കകത്ത് കയറി ചവിട്ടി മറ്റുമൊക്കെ നോക്കുമ്പോൾ കുട്ടിയില്ല. ഒടുവിൽ ഒരു തുണി വിരിച്ച് വീണ്ടും തുണി ഉയർത്തി നോക്കുമ്പോൾ കുട്ടി അതിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഇത് ഇന്നും വിദേശീയരടക്കമുള്ള ആൾക്കാരെ അത്ഭുതപ്പെടുത്തുന്ന ജാലവിദ്യയാണ്. പക്ഷേ ഇത് ഇന്ന് മെക്കനൈസേഷൻ, അതായത് ഈ യന്ത്രവൽകൃതമായ രീതിയിൽ വിദേശത്ത് നിന്നും ഈ സംഭവം മെക്കനൈസ് ചെയ്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യഥാവിധി കൈമാറാത്ത ഒരവസ്ഥ വന്നതിൻ്റെ ഭാഗമായി ഈ ജാലവിധി ഇവിടെ അന്യം നിൽക്കുകയും ഇതിൻ്റെ മെക്കനൈസേഷൻ മാജിക്കുകൾ അവിടെ നിന്ന് വരികയും. ഇപ്പോൾ ചെപ്പും പന്തും, ചെപ്പടി വിദ്യ എന്ന മാജിക്കിനൊരു പേരുണ്ട്. അത് കാരണം എന്താണ്? ചെപ്പും പന്തും ജാലവിദ്യയിലൂടെ ഉണ്ടായതാണ്. വാഴകുന്നം നമ്പൂതിരിയൊക്കെ ചെപ്പടി വിദ്യ പ്രചരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യന്മാരായിരുന്നു. 64 മുറകളാണ് അതിനകത്തുള്ളത്. ഈ 64 മുറകളിൽ കേവലം 10 മുറകൾ കാണിച്ചാൽ ഇന്ന് ലോക മാന്ത്രിക മത്സരത്തിൽ പ്രൈസ് കിട്ടും. ഈ 64 മുറകൾ ചെയ്യുന്ന ഈ ചെപ്പടി വിദ്യ ഇന്ത്യൻ ചെപ്പടി വിദ്യയായിരുന്നു. അത് ഇന്നിപ്പോൾ വെസ്റ്റേൺ കപ്സ് ആൻഡ് ബോൾസ് എന്നുള്ള പേരിലാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. ചെപ്പടി വിദ്യക്ക് ചിരട്ടകളാണ് ഉപയോഗിക്കുന്നത്. നമ്മളാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ വിദേശികൾ മാത്രമല്ല അത് മെക്കനൈസേഷനുള്ള കപ്പുകൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ വാൻഡുകളിൽ മെക്കനൈസേഷൻ ഉപയോഗിക്കുന്നു. അതേസമയം വെറും ചിരട്ടയും വെറും കമ്പും ഉപയോഗിച്ചുകൊണ്ട് കാണിച്ചിരുന്ന അത്ഭുത വിദ്യയെ മെക്കനൈസ് ചെയ്തുകൊണ്ട് ഇത് അവരുടേതാക്കി മാറ്റുന്നതിന് നമ്മളും കൂട്ടുനിന്നു എന്നുള്ളതാണ് എൻ്റെ ദുര്യോഗം. നമ്മൾ അറിയാതെയോ അറിയാതെയോ കൂട്ടുനിന്നു എന്നുള്ളതാണ്. നമ്മുടെ മാജിക് ഏതാണ്ട് ജനകീയ കലയായി മാറിയിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മാജിക്കിനെ ജനകീയമാക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ വിനോദസഞ്ചാരവുമായിട്ടൊക്കെ കൂടുതൽ ബന്ധപ്പെടുത്താൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? മാജിക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാജിക്കിൻ്റെ മ്യൂസിയങ്ങൾ ലോകത്ത് ഏകദേശം 12-15 മ്യൂസിയങ്ങളുണ്ട്. പക്ഷേ എല്ലാ മ്യൂസിയത്തിനും ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അവിടെ മജീഷ്യൻസിന് മാത്രമാണ് എൻട്രി ഉള്ളത്. അത് ശരിയാണ്. മാജിക് ഷോയ്ക്ക് മാത്രം പബ്ലിക്കിനെ കയറ്റും. ബാക്കി മ്യൂസിയത്തിനകത്തുള്ള എൻട്രി ഇപ്പോൾ തന്നെ മാജിക് കാസിലുണ്ട്, അമേരിക്കയിൽ ലാസ് വേഗാസിലുണ്ട്. അവിടെ ചെന്നാൽ മജീഷ്യൻസിന് മാത്രമേ അകത്ത് കയറാൻ പറ്റൂ. അവിടുത്തെ ഷോ മാത്രമേ പബ്ലിക്കിന് കാണാൻ പറ്റൂ. ഇതിന് ഒരു മറുപടി എന്നുള്ള നിലയിലാണ്
ലോകത്താദ്യമായിട്ട് ഒരു മാജിക് പ്ലാനറ്റ് കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിൽ നമ്മുടെ കിൻഫ്രയും അതുപോലെ തന്നെ ടൂറിസം വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് മാജിക് അക്കാഡമി ഒരു സംരംഭം നടത്തുകയുണ്ട്. ലോകത്ത് ആദ്യത്തെ ഒരു സംഭവമാണ്. വളരെ ഭംഗിയായ ആളുകൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തൊരു സംഭവമാണിത്. മാജിക്കിനെ സംബന്ധിച്ച ആദ്യത്തെ ഒരു മ്യൂസിയം, മാജിക്കിൻ്റെ ചരിത്രം, BC 6000 മുതലുള്ള ചരിത്രം, അതുപോലെ തന്നെ മിറർ മാജിക്കുകൾ, പിന്നെ മെസ്സേജ് കൺവേയിങ് കേവ്സ്, വെർട്ടക്സ് ടണൽ, അതുപോലെ തന്നെ സയൻസ് മ്യൂസിയം, പിന്നെ ടെമ്പസ്റ്റ്, അതായത് ലിറ്ററേച്ചർ മാജിക് എന്നൊരു കോൺസെപ്റ്റ്. നമ്മുടെ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന കഥയിൽ തന്നെ ഒരു ഇന്ദ്രജാലമുണ്ട്. കാരണം വില്യം ഷേക്സ്പിയർ ഒരു മജീഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള ഒരു കഥയാണ് ടെമ്പസ്റ്റ്. പ്രോസ്പെറോ എന്ന് പറയുന്ന മജീഷ്യനാണ് അതിൻ്റെ അകത്തെ കഥാപാത്രം. ഷേക്സ്പിയറിന്റെ എല്ലാ കൃതികളിലും മാജിക് ഉണ്ട്, വിച്ചസ് ഉണ്ട്. കറക്റ്റ്, അതെ, വിച്ച് ക്രാഫ്റ്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം മാജിക്കാരനായതുകൊണ്ടാണ്. ഈ പ്രോസ്പെറോ മജീഷ്യനാണ്. മാജിക്കിനെ സ്നേഹിച്ചതുകൊണ്ട് രാജ്യം നഷ്ടപ്പെട്ട ഒരു രാജാവാണ്. ആ രാജ്യം തിരിച്ചു പിടിക്കുന്നതാണ് ആ കഥ. അപ്പോൾ അത് നമ്മൾ അതിനകത്ത് ഷിപ്പ്റക്കിംഗ് എന്ന് പറയുന്ന കപ്പൽ ഛേദം, അതിനെ ഇന്ദ്രജാലത്തിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നു. ഈ കഥയെല്ലാം കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഈ കപ്പൽ അപ്രത്യക്ഷമാകുന്ന ജാലവിദ്യ, കാരണം ഒരു ഇന്ദ്രജാലക്കാരന് നശിപ്പിക്കലല്ല, അപ്രത്യക്ഷമാക്കലാണ്. അത് ഇന്ദ്രജാലത്തിൻ്റെ വലിയൊരു കോൺസെപ്റ്റാണ്. മാജിക്കിൽ ഒന്നും തന്നെ ഇല്ലാതാക്കുന്നില്ല, പക്ഷേ അപ്രത്യക്ഷമാക്കുകയാണ്. അതിനെ പ്രത്യക്ഷപ്പെടുത്തുന്ന ജാലവിദ്യയും അതിനകത്തുണ്ട്. അതാണ് ഇന്ദ്രജാലത്തിൻ്റെ ഏറ്റവും വലിയ സുഖമെന്ന് പറയുന്നത്. അവൻ ഇല്ലാതാക്കുന്നവനല്ല, മറിച്ച് അപ്രത്യക്ഷമാക്കി കാണിക്കുകയും അതിനെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എസ്കേപ്പ് ജാലവിദ്യകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, ചങ്ങലകളിൽ കെട്ടിപ്പൂട്ടി കിടക്കുന്ന ഒരുത്തൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ചങ്ങലക്കെട്ടുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു മഹത്തായ സന്ദേശം കൂടി ഫ്രീഡത്തിൻ്റെ സന്ദേശമാണ് ഇന്ദ്രജാലത്തിനുണ്ട്. പക്ഷേ ഇത് അതേ തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എന്തുകൊണ്ടോ ഇന്ദ്രജാലക്കാരും കൂട്ടുനിന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ ഇവൻ വരാതെ പോയത് അതുകൊണ്ടായിരുന്നു. ശ്രീ ചന്ദ്രസേനൻ വളരെ കാലമായിട്ട് ഈ മാജിക് രംഗത്ത് പ്രവർത്തിക്കുന്നല്ലോ. ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായ രസകരമായ അനുഭവങ്ങൾ ശ്രോതാക്കളുമായിട്ട് വിശദീകരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഇന്ദ്രജാലവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ രസകരമായ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വിചിത്രമായ സംഭവം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോപിനാഥ് മുതുകാട് സാറ് 5000 കിലോ ഭാരമുള്ള 9.5 അടി പൊക്കമുള്ള ഒരു ആനയെ തൃശ്ശൂരിൽ അപ്രത്യക്ഷമാക്കി. നമ്മളെ റീജൻ തിയേറ്ററിലാണ് നമ്മളത് ചെയ്തത്, സംഗീത നാടക അക്കാദമിയുടെ തിയേറ്ററിൽ. അപ്പോൾ ഈ ജാലവിദ്യ നമ്മുടെ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ TK രാമകൃഷ്ണൻ സാർ അടക്കമുള്ളവർ വന്നിട്ട് പങ്കെടുത്തത് കണ്ടതാണ്. ഓഡിയൻസിൻ്റെ ഇടയിലൂടെ ആനപ്പുറത്ത് കയറി വരികയും ഈ വലിയ ഭീമാകാരനായ ആനയെ ആ ഓഡിയൻസിന് മുമ്പിൽ വെച്ച് സ്റ്റേജിൽ കയറ്റി ഒരു പഴക്കൊല അതിന് കൊടുക്കുകയും അത് കഴിച്ചുകൊണ്ടിരിക്കുകയെ 1 2 3 എന്ന് പറയുമ്പോൾ ആന അപ്പാടെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതായിരുന്നു ജാലവിദ്യ. ഈ ജാലവിദ്യ മജീഷ്യൻ അപ്രത്യക്ഷമാകുന്നില്ല, ഇല്ല, ആന മാത്രം അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ ഇത് അപ്രത്യക്ഷമായ ജാലവിദ്യ കണ്ട് എല്ലാവരും കൈയടിക്കുകയും പത്രക്കാരെല്ലാം വളരെ ഗംഭീരമായി എഴുതുകയും ചെയ്തു. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവം, റീജൻ തിയേറ്ററിൻ്റെ സ്റ്റേജ് പരിശോധിച്ചാൽ നമുക്കറിയാം അന്നത്തെ ആ സ്റ്റേജിൻ്റെ അവസ്ഥ. ഇന്നിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, ഇന്നും ചെറിയ പക്ഷേ അങ്ങനെ ആയിരിക്കും. നല്ലൊരു ഡാൻസ് കളിക്കാൻ പോലും ഉള്ള ബലമുള്ള സ്റ്റേജ് ആയിരുന്നില്ല അത്. തടി കൊണ്ടാണ് സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. 5000 കിലോ ഭാരമുള്ള ഒരു ആന യഥാർത്ഥത്തിൽ ആ സ്റ്റേജിൽ കയറിയാൽ താഴേക്ക് പോകും. അത് ശരി. പക്ഷേ ആ സ്റ്റേജിൽ ആന കയറിയതായും ആന പോയതായും ആളുകളെ ബോധ്യപ്പെടുന്നതിൽ മാജിക് ചെയ്യുന്ന വ്യക്തി കാണിച്ചിട്ടുള്ള ഒരു കൗശലമുണ്ട്. ഈ കൗശലം ആളുകൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഇന്ദ്രജാലം എപ്പോഴും വിജയം കൈവരിക്കുന്നത്. മാജിക്കുകാരുടെ രംഗത്ത് നിന്ന് നമ്മളത് ചിന്തിക്കുമ്പോൾ ഇത് ഒരു ആന കയറാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ആനയ്ക്ക് കയറാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് ആന കയറി എന്ന് വരികയും അവിടെ നിന്ന് തന്നെ ആന അപ്രത്യക്ഷമായതായി ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള മഹത്തായ ഒരു ദൗത്യം കൗശലപൂർവ്വം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇന്ദ്രജാലത്തിൻ്റെ ഒരു പ്രത്യേക തലമാണ്. ശരിക്കും ഇല്യൂഷൻ തന്നെ, ശരിക്കും അതൊരു ഇല്യൂഷനാണ്. അത് ആ സ്റ്റേജ് എടുത്ത് പരിശോധിക്കുന്ന പലർക്കും അറിയാം. ഒരു പക്ഷേ അവിടുത്തെ ജീവനക്കാർ തന്നെ അത്ഭുതപ്പെട്ടിരിക്കും, എങ്ങനെ ഇവിടെ ഇതിനകത്തൊരു ആന കയറി, ഈ ആന എങ്ങനെ അപ്രത്യക്ഷമായി എന്നുള്ളതിനെ സംബന്ധിച്ച്. രസകരമായ മറ്റു ചില അനുഭവങ്ങളെന്ന് പറയുന്നത് തെരുവിൽ മാജിക് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ അനുകരിച്ച് മാജിക് ചെയ്യുന്ന ഒരു തമിഴ്നാട് മജീഷ്യൻ യോനയുണ്ട്. ചാർലി ചാപ്ലിൻ യോന എന്നാണ് പറയുന്നത്. ലോകത്ത് ചാർലി ചാപ്ലിനെ അനുകരിച്ച് മാജിക് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള യോനയാണ്. ഈ യോന തെരുവിൽ മാജിക് ചെയ്യും. അദ്ദേഹം ഇങ്ങനെ ആളുകളിൽ നിന്ന് മോതിരമൊക്കെ വാങ്ങിയിട്ട് അപ്രത്യക്ഷമാക്കി കടയിൽ നിന്ന് വാങ്ങുന്ന പഴത്തിനകത്ത് ഈ മോതിരം പ്രത്യക്ഷപ്പെടുന്ന ഒരു ജാലവിദ്യ സ്ഥിരമായി ചെയ്യാറുണ്ട്. ഒരിക്കലും ഇദ്ദേഹം തെരുവിൽ ഇങ്ങനെ മാജിക് കാണിച്ച് ഒരു സ്ത്രീയിൽ നിന്ന് മോതിരം വാങ്ങുന്നു, ഒരു കർച്ചീഫിനുള്ളിൽ പൊതിഞ്ഞ് ഇതിനെ തല്ലിച്ചതച്ച് ദൂരേക്ക് വലിച്ചെറിയുന്നു. എന്നിട്ട് ഒരാളിനോട് പോയി 2 പഴം വാങ്ങി വരാൻ പറയുന്നു. അയാൾ പോയി 2 പഴം വാങ്ങി വന്നു. ഈ പഴം 2 ഇയാൾ അവിടെ വച്ചൊരല്പം മാറി നിന്നതിന് ശേഷം ഒരാളിനോട് ഒരു പഴം സെലക്ട് ചെയ്യാൻ പറഞ്ഞു. സെലക്ട് ചെയ്ത പഴം മാറ്റി വെച്ചതിന് ശേഷം ഇദ്ദേഹം ഈ തെരുവ് മാജിക്കിനും ഒരു മാജിക്കിൻ്റെ ഇഫക്റ്റ് കാണിക്കുന്നതിന് മുമ്പ് മറ്റൊരു മാജിക്ക് കാണിക്കും. അതൊരു ശ്രദ്ധ തിരിക്കലാണ്, ഡിറക്ഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയും. അപ്പോൾ അവിടെ അയാൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മജീഷ്യനെ കൂടി അമ്പരപ്പിച്ചുകൊണ്ട് അവിടെ മുകളിലൊരു മരത്തിലിരുന്നൊരു കുരങ്ങ് വന്ന് ഈ പഴം എടുത്തുകൊണ്ട് പോയി. നേരെ ഇതങ്ങ് മുകളിലേക്ക് പോയി. ഈ ഒരു നിമിഷം മജീഷ്യനും അമ്പരന്ന് പോയി. കാരണം
ആ പഴത്തിനകത്താണ് മോതിരം ഇരിക്കുന്നത്. ഇത് കുരങ്ങിൻ്റെ കയ്യിൽ അങ്ങ് മരത്തിൻ്റെ മുകളിലുമായി. പക്ഷേ അവിടെ ഒരു വിപതി ധൈര്യം എന്ന് പറയുന്ന ഒരു ഇന്ദ്രജാലക്കാരന് ഉണ്ടാകേണ്ട ഒരു സംഭവമാണ്. കാരണം ഈ പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കുന്നവനാണ് ഇന്ദ്രജാലക്കാരൻ. അവൻ്റെ പ്രതിസന്ധി ആളെ ബോധ്യപ്പെടുത്താതിരിക്കുന്നവനുമാണ്. യോന ചെയ്തത് ബാക്കി വന്ന ഒരു പഴമുണ്ടല്ലോ, അതെടുത്ത് കുരങ്ങിന് നേരെ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. എറിഞ്ഞു കൊടുത്തതും കയ്യിലിരുന്ന പഴം വിട്ട് ആ പഴം കുരങ്ങ് പിടിക്കുകയും ആ പഴം താഴെ വരികയും ചെയ്തു. അതിനെ മുറിച്ച് കീറിയപ്പോൾ അതിൽ നിന്ന് മോതിരം കിട്ടി. അന്ന് കൂടി നിന്നിരുന്നവരെല്ലാം കരുതിയത് ഈ കുരങ്ങും ഇന്ദ്രജാലത്തിൻ്റെ ഭാഗമാണെന്നും ഈ കുരങ്ങിലൂടെയാണ് ഈ മോതിരം തിരിച്ചു കൊണ്ടുവന്നതും എന്നുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ശ്രദ്ധാസ്വാധീനത്തിൽ അതൊരു പുതിയ തലത്തിലേക്ക് എത്തി. പല ജാലവിദ്യക്കാരും ചോദിച്ചു എങ്ങനെയാണ് ഇത് കുരങ്ങിലൂടെ കൊണ്ടുവരിച്ചത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു അപകടമായിരുന്നു. ആ അപകടത്തെ അദ്ദേഹം ഭംഗിയായി തരണം ചെയ്തപ്പോൾ അത് മറ്റൊരു ജാലവിദ്യയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ രസകരമായ ഒരു സംഭവം. അപ്പോൾ ഇതുപോലുള്ള ധാരാളം രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ മാജിക്കുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഏതെങ്കിലും ചന്ദ്രസേനൻ എഴുതിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് മാജിക്കിനെ സംബന്ധിച്ച് മായാക്ഷരങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കഥാകൃത്തുക്കൾ, നോവലിസ്റ്റുകൾ, അതുപോലെ തന്നെ ലേഖനകർത്താക്കൾ മുതലായവർ സ്വദേശത്തും വിദേശത്തുമായിട്ടുള്ള പല ഭാഷകളിൽ എഴുതിയിട്ടുള്ള ഇന്ദ്രജാലവുമായി ബന്ധപ്പെട്ട, ശരിക്കും പറഞ്ഞാൽ ഒരു ഗവേഷണ താല്പര്യമുള്ള ഒരാളിന് അത് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നൊരു ഗൈഡായി വേണമെങ്കിൽ ആ പുസ്തകത്തെ വരാം. ഏകദേശം ഒരു 85ഓളം എഴുത്തുകാരുടെ കൃതികൾ നമ്മളതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ടി പത്മനാഭനും MT വാസുദേവൻ നായരും ഗ്രേസിയും അക്ബർ കക്കട്ടിലും സച്ചിദാനന്ദനും വീരാൻകുട്ടിയും ഉരിപ്പുഴ ശ്രീകുമാർ, മണമ്പൂർ രാജൻ, ഇങ്ങനെ ഒട്ടേറെ ആളുകൾ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള പൗലോ കൊയ്ലോ മാജിക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കഥകളും നോവലുകളും ഒക്കെ തന്നെ ഒരു പുസ്തകം അതാണ്. പിന്നെ മറ്റൊന്ന്, ഈ ലോകത്താദ്യമായി ഒരു യൂണിവേഴ്സിറ്റി ഇന്ദ്രജാലം പഠിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് നമ്മുടെ മദർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയാണ്. ആ കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് കോഴ്സ് നടത്തുന്നത് മാജിക് അക്കാഡമിയാണ്. അതിൽ ഒരു തിയറി ആയിട്ട് ഒരു പുസ്തകം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രജാല പടവുകൾ എന്ന് പറയുന്ന ഞാൻ എഴുതിയ മറ്റൊരു പുസ്തകമാണ്. ഇന്ദ്രജാലം എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ വഴികൾ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണത്. പിന്നെ ഇനി മറ്റൊരു പുസ്തകം, ഈ ഒരുപാട് ഇന്ദ്രജാല കഥകൾ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. അപ്പോൾ ആ കഥകളെ എല്ലാവരും ക്രോഡീകരിച്ചിട്ട് അത് എങ്ങനെ സംഭവിച്ചുവെന്നും അത് എന്ത് ജാലവിദ്യയാണ് ഉപയോഗിച്ചുവെന്നും ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് അമ്പലം വിഴുങ്ങുന്ന അത്ഭുത മാന്ത്രികൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പുറത്തിറക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം ഉള്ളത്, ഇപ്പോൾ മാജിക്കിൻ്റെ രംഗത്ത് തെരുവ് മാജിക്കുകൾ അവതരിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്ത്യയിൽ നമ്മൾ എവിടെ പോയാലും തെരുവ് മാജിക്ക് നമുക്ക് കാണാൻ കഴിയും. ഈ തെരുവ് മാജിക്കുകാരെ പുനരധിവസിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിന് അവർ വളരെ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രീയമല്ലാത്ത ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മാജിക്കുകൾ നടത്തുന്നത്. വളരെ നന്നായിട്ട് നല്ല കഴിവുള്ള മാജിക്കുകാർ ഈ തെരുവ് മാജിക്കുകാരിലുണ്ട്. ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ ഇന്ന് ഈ മാജിക് ലോകത്ത് നടക്കുന്നുണ്ടോ? വളരെ നല്ലൊരു ചോദ്യമാണിത്. കാരണം പണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 10 ആൾ കൂടുന്ന സ്ഥലത്ത് ഒരു തെരുവ് മാജിക്കാരൻ വന്നൊരു കുറച്ച് പാമ്പിനെ എല്ലാം വെച്ച് അല്ലെങ്കിൽ കുറേ മരുന്ന് വിൽക്കുന്നതിനും മറ്റുമൊക്കെ ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൽ അത് പാടെ ഇല്ലാതായിരിക്കുന്നു. കേരളത്തിൽ നിന്ന് നമുക്ക് പറയുവാൻ ഒരേ ഒരു തെരുവ് മാജിക്കാരനേ ഉള്ളൂ, അത് ഷംസുദ്ദീൻ ചെർപ്പളശ്ശേരി എന്ന് പറയുന്ന മാജിക്കുകാരനാണ്. ബാക്കി ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന കലാകാർ കോളനിയിലൊക്കെ തന്നെ ആളുകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ മസ്മ എന്ന് പറയുന്ന 2005 തിരുവനന്തപുരത്ത് ഇന്ത്യയിലെമ്പാടുമുള്ള തെരുവ് മാജിക്കുകാരെ കൊണ്ടുവന്നൊരു ജാലവിദ്യാ പ്രകടനം അവതരിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ജാലവിദ്യ അവതരിപ്പിച്ചാൽ മാത്രം ജീവിക്കാൻ കഴിയുന്നവരാണ് അവർക്ക് ഉപജീവനത്തിന് കഴിയുന്നില്ല, കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ മാജിക് പ്ലാനറ്റിന് രൂപം കൊടുത്തത്. മാജിക് പ്ലാനറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തെരുവ് ജാലവിദ്യക്കാർക്ക് സ്ഥിരമായി അവിടെ മാജിക് അവതരിപ്പിക്കുന്നതിനുള്ള അവസരമുണ്ട്, അവർക്ക് കുടുംബമായി ഇവിടെ പാർക്കുന്നതിനുള്ള അവസരമുണ്ട്, അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും. അതിൻ്റെ വരുമാനം മുഴുവൻ തെരുവ് ജാലവിദ്യക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇപ്പോൾ തെരുവ് ജാലവിദ്യക്കാർ മുഴുവനും ഉപജീവനത്തിന് വേണ്ടി ജാലവിദ്യ നടത്തുന്നവരാണ്. അപ്പോൾ മാജിക് എന്ന് പറയുന്ന കല അവതരിപ്പിക്കുന്ന എല്ലാവരും ഇത് ഒരു ഉപജീവനമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് മാജിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചിലവേറിയ ഒരു കലാരൂപമാണ്. ഇപ്പോൾ പ്രൊഫഷണലായിട്ട് ഇന്ദ്രജാലം അവതരിപ്പിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ഒരു ചിലവുണ്ട്. കാരണം അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ് സെറ്റിങ്സ് വേണം, സ്റ്റേജ് സെറ്റിങ്സ് വേണം, വലിയൊരു ചിലവേറിയ സംഭവമായിട്ടാണ്. മാത്രമല്ല വലിയൊരു ട്രൂപ്പിനെ നയിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്ന ജാലവിദ്യ രംഗത്ത് ഒട്ടേറെ പേരുണ്ട്, വിദേശത്ത് നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ട്. ഇപ്പോൾ അധികം പ്രൊഫഷണലായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും സമയം മാജിക്കിൻ്റെ വിസ്മയ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയും വളരെ രസകരവും വിജ്ഞാനപ്രദവുമായ അറിവുകളും അനുഭവങ്ങളും പങ്കിടുകയും ചെയ്ത ശ്രീ ചന്ദ്രസേനൻ മിതിർമലയെ നന്ദി അറിയിക്കുന്നു. നന്ദി.